ഹായ് ഓൾ, വെൽക്കം ടു മിഡ്. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് എന്താണ് ഒരു ലോട്ടറി അടിച്ചത് പോലെയാണ് പുതിയ പരിഷ്കാരങ്ങൾ. എന്തൊക്കെയാണ് അതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ DA വർധന, ഇനി വരാൻ പോകുന്ന ശമ്പള വർധന, കൂടാതെ എന്താണ് ആഴ്ചയിൽ 5 ദിവസം മാത്രം ജോലി ചെയ്താൽ മതി എന്നുള്ള ഉത്തരവ് കൂടി അല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. അപ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്തയും സംസ്ഥാന സർവീസ് പെൻഷൻകാർ, ഫാമിലി പെൻഷൻകാർ എന്നിവർക്കുള്ള ക്ഷമാശ്വാസവും പരിഷ്കരിച്ച നിരക്കുകൾ, അതിൻ്റെ ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം എന്താണ്, സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, എയ്ഡഡ് സ്കൂളിലെ ജീവനക്കാർ, പ്രൈവറ്റ് കോളേജുകളിലെയും പോളിടെക്നിക്കുകളിലെയും ജീവനക്കാർ, ഫുൾ ടൈം കാഷ്വൽ സ്വീപ്പർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവർക്ക് നൽകേണ്ട DA നിരക്കും സംസ്ഥാന സർവീസ് പെൻഷൻകാർ, ഫാമിലി പെൻഷൻകാർ, എക്സ് ഗ്രേഷ്യ പെൻഷൻകാർ എന്നിവർക്ക് നൽകേണ്ട DR നിരക്കും നിലവിലുള്ള 25% നിന്ന് 35% വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എത്രയാണ്? 10% വർധനവാണ് വന്നിരിക്കുന്നത്. അടുത്തതോ, പുതുക്കിയ ശമ്പള സ്കെയിലിലേക്ക് മാറാത്ത ജീവനക്കാരുടെ ക്ഷാമബത്ത താഴെ പറയുന്ന പട്ടിക പ്രകാരം വർദ്ധിപ്പിച്ചു. അതിൽ ഒന്ന്, ഗവൺമെൻറ് ഓർഡർ P നമ്പർ 7/216 ഫിൻ ഡേറ്റഡ് 20/1/2016 പുതുക്കിയ നിരക്ക് 72%. രണ്ടാമത്തത് 85/2011 26/2/2011 പുതുക്കിയ നിരക്ക് 230. അടുത്തത് 145/2006 25/3/2006 പുതുക്കിയ നിരക്ക് 466. അടുത്തത് നമ്പർ 3000/1998 25/11/1998 പുതുക്കിയ നിരക്ക് 525. അടുത്തത്, പുതുക്കിയ പെൻഷൻ സ്കെയിലിലേക്ക് മാറാത്ത പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം താഴെ പറയുന്ന പട്ടിക പ്രകാരം വർദ്ധിപ്പിച്ചു. അതിൽ പുതുക്കിയ നിരക്ക് ഏതാണ്? 9/2016 20/1/2016 72. അതുപോലെ 87/2011 230. അതുപോലെ 180/2006 18/4/2006 466. പിന്നെയോ 3001/1998 അതിൻ്റെ 25/11/1998 525. ഈ രീതിയിലാണ് പുതുക്കിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ വർധനവ് മൂലമുണ്ടാകുന്ന അധിക ചെലവ് സ്വന്തം ഫണ്ടിൽ നിന്നും കണ്ടെത്തേണ്ടതാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പാർട്ട് ടൈം അധ്യാപകർക്കും പാർട്ട് ടൈം കാഷ്വൽ സ്വീപ്പർമാർക്കും പുനർനിയമനം ലഭിച്ച പെൻഷൻകാർക്കും ഈ പരിഷ്കരിച്ച ക്ഷാമബത്ത ബാധകമായിരിക്കും. അപ്പം സംസ്ഥാന DA DR പാറ്റേൺ പിന്തുടരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നിബന്ധനകൾക്ക് വിധേയമായി ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇനി എന്ന് മുതലാണ് ഈ വിതരണം ചെയ്യുന്ന തീയതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കാം. പരിഷ്കരിച്ച ക്ഷാമബത്ത DA 2026 മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം 2026 ഏപ്രിലിൽ വിതരണം ചെയ്യുന്നത്, അതായത് നൽകുന്നതാണ്. ഇനി അടുത്തത് എന്താണ്? പരിഷ്കരിച്ച ക്ഷാമാശ്വാസം DR 2026 ഏപ്രിൽ മാസത്തെ പെൻഷനോടൊപ്പം 2026 ഏപ്രിൽ വിതരണം ചെയ്തത് അതിലൂടെ നൽകുന്നതാണ്. ഇതിൻ്റെ കുടിശ്ശിക സംബന്ധിച്ച ഉത്തരവ് പിന്നീട് പ്രത്യേകമായി പുറപ്പെടുവിക്കുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് നമ്മുടെ കേരള സംസ്ഥാന ഗവർണറാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ തന്നെ പഠിക്കുക. കാരണം എന്താണ്, ഇപ്പം പല ആനുകൂല്യങ്ങളും അതിൻ്റെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഈ ഒരു എക്സാം എഴുതി നമ്മളൊരു ഗവൺമെൻറ് ജോബ് നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ആനുകൂല്യങ്ങളും മറ്റ് ബെനിഫിറ്റ്സുകളും ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ലൈഫ് നമുക്ക് മുന്നിലുണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് വേണം പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ, ഇനി നമുക്കറിയാം 2026 ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്. യൂണിഫോം തസ്തികകളുടെ കൂടാതെ നോൺ യൂണിഫോം ആയിട്ടുള്ള നമ്മുടെ എന്താണ് ഡിഗ്രിക്കാർക്കും +2കാർക്കും 10th-കാർക്കൊക്കെ ഒരുപാട് പരീക്ഷകൾ ഫേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നല്ലൊരു അവസരമായിട്ടെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. അപ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങളും ബെനിഫിറ്റ്സുകളും നമ്മുടെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.